ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ഡൽഹി ഹൈക്കോടതിയാണ് 3 ദിവസത്തെ ജാമ്യം അനുവദിച്ചത്. ഷബിന ചേരുന്നു. ഷബിന, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പലതവണ ജാമ്യ നിഷേധമൊക്കെ ഉള്ളതുകൊണ്ട് അത് ലഭിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? സരീഷ്, നേരത്തെ വിചാരണ കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ഉമർ ഖാലിദ് സമീപിക്കുകയും കോടതി അത് തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ അടിയന്തരമായി അമ്മയുടെ ചികിത്സാർത്ഥം 3 ദിവസത്തേക്ക് ജാമ്യം 15 ദിവസമാണ് ജാമ്യം ആവശ്യപ്പെട്ടിരുന്നത്. അത്തരത്തിൽ ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴേതായാലും കോടതി 3 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ ഈ ഉമർ ഖാലിദിൻ്റെയും അതോടൊപ്പം തന്നെ ഷർജിൽ ഇമാമിൻ്റെ അടക്കം ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് തന്നെ ഇത്തരത്തിൽ ദീർഘനാളായി ജാമ്യം നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന പരാമർശമൊക്കെ ഈ അടുത്തിടെ നടത്തിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ അമ്മയുടെ ചികിത്സാർത്ഥം ഇടക്കാല ജാമ്യം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചത്. ഏതായാലും വിചാരണ കോടതി ഇത്തരത്തിലൊരാവശ്യം അനുവദിക്കാൻ പറ്റില്ല. ഈ അമ്മയെ ചികിത്സിക്കാൻ മറ്റു മക്കളുണ്ട്, അതോടൊപ്പം തന്നെ ഇവരുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യമുള്ളപ്പോൾ അടിയന്തരമായി ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യമില്ല. UAPA തടവുകാരനാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ചത്. 15 ദിവസം അനുവദിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചെങ്കിലും ഏതായാലും ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തേക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം ഒരു പക്ഷേ ഇതിന് കാരണമാകാം ഇത്തരം ഈ ഒരു ഇടക്കാല ജാമ്യത്തിന്. ഏതായാലും 3 ദിവസത്തേക്ക് ഉമർ ഖാലിദ് ജയിൽ മോചിതനാകും.